അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ലുലു മാളിനകത്താണ്. ഞങ്ങളൊരു ഫുഡ് റിവ്യൂ ചെയ്യാനുള്ള പരിപാടിയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റാർബക്സിലെ അമ്മച്ചിയും ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ എന്താണ് ഈ സ്റ്റാർബക്സിലെ അമ്മച്ചിക്ക് ഇത്ര ഹൈപ്പ് എന്നുള്ളതൊന്നും അറിയണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഷോപ്പിൻ്റെ ആംബിയൻസ് ഒക്കെ വേറെ ലെവലാണ്. അതുപോലെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പക്ഷെ അത് മനസ്സിലാക്കിയെടുക്കാനാണ് ഭയങ്കര പാട്. ഇച്ചാന് ഏതാണ്ടൊക്കെ മനസ്സിലായതുപോലെ ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഫുഡാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. സാധാരണ ഷോപ്പിലൊക്കെ ഉള്ളതുപോലെ അല്ല, ഒരു ഇൻ്റർനാഷണൽ ടച്ച് എല്ലാ ഫുഡിലും കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. സാധാരണ ഷോപ്പിലൊക്കെ ഉള്ളതുപോലെയല്ല, ഒരു ഇൻ്റർനാഷണൽ ടച്ച് എല്ലാ ഫുഡുകളിലും നമുക്ക് കാണുമ്പോൾ അതിന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ദേണ്ട സ്റ്റാർബക്സ് അമ്മച്ചിയുടെ കപ്പ് എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് വൈബിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത്തവണ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ക്യാപ്പച്ചീനോയും ഹോട്ട് ചോക്ലേറ്റും ആണ്. ഹോട്ട് ചോക്ലേറ്റ് ഞങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ല, അപ്പോൾ അത് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം എന്തായാലും ഞങ്ങൾ ഫ്ലേവേർഡ് കോഫി ട്രൈ ചെയ്യണമെന്നുണ്ട്. കാരണം അതാണല്ലോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചില്ലി പനീർ ഇൻ ഹെർബ്ഡ് ബൺ, ഒരു എന്താ പറയുക, ഒരു ബർഗർ പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് സാധനം. പിന്നെ ക്ലാസിക് സിനമൺ സ്വേൾ അങ്ങനെയാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്തായാലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞങ്ങളുടെ ബില്ലൊക്കെ അടിച്ചു വന്നു. 1500 റേഞ്ചിലാണ് നമ്മുടെ ബില്ലൊക്കെ വന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു ചോക്ലേറ്റ് ബോക്സസ് ആണെന്ന് തോന്നുന്നു അവരുടെ ന്യൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെൽക്കം ടു ഫസ്റ്റ് സ്റ്റാർബക്സ് ഇൻ ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബോർഡ്. പിന്നെ അതിൻ്റെ താഴെ ഈ സ്റ്റാർബക്സിൻ്റെ തന്നെ കോഫി മഗ്ഗും അങ്ങനെയൊക്കെ ഉള്ള വാട്ടർ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കി വിലയൊക്കെ നോക്കിയിട്ട് വെച്ചു കേട്ടോ ഗൈസ്. പൊള്ളുന്ന വിലയാണ് കേട്ടോ. അത്രയ്ക്കും വേർത്താണോ എന്ന്, ഇത് ഈ ഒരു ഗ്ലാസ് ഐറ്റംസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നേ പറയുള്ളൂ. പിന്നെ ഇത് ഒരു വൗച്ചറാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും എന്തൊക്കെയോ ചെറിയ ഒരു റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യാനായിട്ടൊരു വൗച്ചർ വന്നു. അപ്പം അത് ഒക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനെന്താ പിന്നെതാ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഈ സ്റ്റാർബക്സിൽ വന്നു നാട്ടുകാരെ അറിയിക്കാനായിട്ട് കുറേ ഫോട്ടോസൊക്കെ നിരത്തി പിടിക്കുമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ ആംഗിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും പട്ടി ഷോ ഗൈസ്, വേറെ ഒന്നും വിചാരിക്കരുത്. ചുമ്മാ രസം ഇങ്ങനെ ഫോട്ടോ എടുത്ത് എന്താ പറയണേ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാനും വന്ന് സ്റ്റാർബക്സിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊക്കെ ഇച്ഛന് എന്താ പറയുക പുച്ഛമാണ്. ആ പുച്ഛം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടേ ആ മുഖത്ത് വിരിയുന്ന ഭാവം കണ്ടോ. ഇതൊന്നും ഒരു താല്പര്യമില്ല, ഒന്നുമില്ല. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ എന്താണ്, അപ്പം ഞങ്ങളുടെ ഫുഡ് ഒക്കെ റെഡിയായി, പെട്ടെന്ന് റെഡി ആയിട്ടോ. അങ്ങനെ ഒരു ഭയങ്കര ടൈമൊന്നും എടുത്തൊന്നുമില്ല. അങ്ങനെ ഫുഡ് വെച്ചാൽ എന്താണ്ട് മന്ദം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം ഞങ്ങൾ ക്യാപ്പച്ചീനോയും ഒരു ഹോട്ട് ചോക്ലേറ്റുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ക്യാപ്പച്ചീനോ ഞങ്ങൾ മുമ്പ് വേറെ ഷോപ്പിൽ നിന്നൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊരു കമ്പാരിസൺ കൂടിയാണ് ഞങ്ങൾ നോക്കുന്നത്. കാരണം ഇത്രയും ഹൈപ്പുള്ള ഒരു ഷോപ്പല്ലേ. അപ്പം എന്താണ് ഇത്രയും ഡിഫറൻസ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് ക്യാപ്പച്ചീനോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. കാരണം ഞങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലോ മുമ്പ്, അപ്പം നമുക്കൊരു വ്യത്യാസം അറിയാൻ പറ്റുമല്ലോ. പക്ഷേ ഹോട്ട് ചോക്ലേറ്റ് ഞങ്ങൾ കുടിച്ചിട്ടില്ല. അപ്പം അത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടെ നിന്ന് കുടിക്കുന്നത്. അപ്പം ഞാനത് ട്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. ഓത്താണോ? ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഹോട്ട് ചോക്ലേറ്റ് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. കൊള്ളാം കേട്ടോ. ഇച്ചാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇച്ചാൻ ഒരു ചോക്ലേറ്റ് ലവറാണ്. ഇച്ചാന് ചോക്ലേറ്റ് ആണോ എന്നെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നെ തന്നെ. അതത്രേ ഉള്ളൂ. നെക്സ്റ്റ് എൻ്റെ ഊഴമാണ് ഗായ്സ്. ഒരു കാര്യം പറയാമല്ലോ, ഈ കപ്പ് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പിടിക്കുന്നത്. എന്തൊരു ഭാരം എന്നറിയാമോ ഈ കപ്പിന്. നമ്മൾ രണ്ടും ആദ്യമായിട്ടാണ് ഈ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നത്. അതുകൊണ്ടാണോ എന്നുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വേർത്താണെന്ന് തോന്നുന്നു. ഈ പ്രൈസിന് വേർത്താണ്. ഇത്രയും വലിയ ഗ്ലാസ്സില്ല. സ്റ്റാർബക്സ് അമ്മച്ചിയുടെ ചെയ്യുവാണ് നെക്സ്റ്റ്. അയ്യോ ഒരു മധുരമില്ല. ഇപ്പം
ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷുഗർ ആര് പോയി എടുക്കും എന്നുള്ള ഒരു ടാസ്ക്കാണ്. ക്യാപ്റ്റനോടെ എക്സ്ട്രാ ഷുഗർ ഒന്നുമില്ല, എനിക്ക് ഷുഗർ ഇല്ലാതെ കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇച്ചാൻ പറയുന്നു എന്നെ പോയി എടുക്കാൻ, ഞാൻ പറയുന്നു ഇച്ചാനെ പോയി എടുക്കാനായിട്ട്. അവസാനം ഇച്ചാൻ ഒരു ഇത് പറഞ്ഞു, ഞാനല്ലേ എടുത്തുകൊണ്ട് വന്ന് സെർവ് ചെയ്തത്, അപ്പോൾ നീ പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും വേറെ നിവൃത്തിയില്ല, അങ്ങനെ ശരി എന്നാൽ ഞാൻ തന്നെ പോവാം. അങ്ങനെ ഷുഗറൊക്കെ ഇട്ട് ഞാൻ ക്യാപ്പച്ചിനോ കുടിച്ചു ഗൈസ്. എനിക്കിഷ്ടമായി. സാധാരണ നമ്മൾ നോർമലി പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു റിച്ച് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി അങ്ങനെ എനിക്ക് പറയാനറിയില്ല, പക്ഷേ എനിക്കിഷ്ടമായി. നെക്സ്റ്റ് ക്ലാസിക് സിനമൺ സ്വോൾ അതെ, അത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഫോക്കും നൈഫും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല ഗൈസ്. ഞാനൊരു പച്ച പരിഷ്കാരിയല്ല, ഞാൻ കൈകൾ ഉപയോഗിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. അല്ലാതെ എനിക്ക് അത് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. അപ്പം ടേസ്റ്റ് വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനമണിൻ്റെ ഒരു ഫ്ലേവറുണ്ട്. നല്ലൊരു എന്താ പറയുക, പുറം നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ക്യാരമലൈസ്ഡ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല സോഫ്റ്റ് പഫി ആയിട്ടുള്ള ഒരു ബന്നാണ്. പക്ഷേ സിനമൺ ഫ്ലേവറാണ്. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയണം. എനിക്ക് സിനമണിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഉള്ളതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇച്ചാന് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു സിനമൺ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആസ്വദിച്ച് തന്നെ അത് കഴിച്ചത്. നെക്സ്റ്റ് ടൈം പോകുമ്പോഴും എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്, വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പം എന്നെ കണ്ട അതിൻ്റെ അവസാന ഭാഗവും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗം ഞാൻ അവസാനം ഇച്ചാന് കൊടുത്തു. പാവം, എനിക്ക് വയറ് വരെ എടുക്കും, അതുകൊണ്ട് കൊടുത്തത്. കാരണം ഞാൻ ഈ കഴിക്കുന്ന കാണുമ്പോൾ ഇച്ചാന് കൊതി വന്നാലോ, അതുകൊണ്ടാട്ടോ. കണ്ടോ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആ ഫ്ലേവറിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് ചില്ലി പനീർ ഇൻ ഹെർബ്ഡ് ബണ്ണ്. അത് തന്നെ നമ്മുടെ ബർഗർ പോലെ ഇരിക്കുന്ന ആ സാധനം. അപ്പോൾ ഇത് ഇച്ചാന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇച്ചാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇച്ചാൻ തന്നെ ആദ്യം അത് ട്രൈ ചെയ്തു. ഓക്കെ എന്നുള്ള രീതിയിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അപ്പം അകത്ത് ഫുള്ളായിട്ട് ഈ ഒരു ചില്ലി പനീറും ചീസും ഒക്കെ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബണ്ണ്. അത് ഈ ബണ്ണൊക്കെ നല്ലൊരു ഫ്രഷും ഭയങ്കര സോഫ്റ്റും ആയിട്ടുള്ള ബന്നാട്ടോ. അത് ഭയങ്കരമായിട്ട് എനിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ടേസ്റ്റ് വൈസ് നല്ലതാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നുമല്ല, ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് അങ്ങനെ ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയില്ല. എനിക്ക് ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് ഒരു തവണ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ്, അങ്ങനെ ഉള്ളൂ. അതെ, ഞാനതാ പറയുന്നത്. നമുക്കിപ്പം എനിക്കിഷ്ടപ്പെടുന്ന ഒരു സാധനം വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഫുഡിൻ്റെ ഒരു കേസ്. അപ്പം എനിക്ക് അത് ഒരു നോർമലായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. ഇത് സ്റ്റാർബക്സിൻ്റെ തന്നെ കോഫി പൗഡറാണ്. അപ്പം നമുക്കിത് അവിടെ നിന്ന് പർച്ചേസൊക്കെ ചെയ്യാം. അപ്പം ഓവറോൾ ഒരു ഫുഡിൻ്റെ ഒരു റിവ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമായി. വേർത്താണെന്ന് തോന്നി. നമ്മൾ കൊടുക്കുന്ന ഒരു കാശിന് മൂല്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും അത് ഫീൽ ചെയ്തു. അപ്പം നെക്സ്റ്റ് ടൈമും ഞങ്ങൾ വരും. ഫ്ലേവേർഡ് കോഫി ട്രൈ ചെയ്യാനായിട്ട് എന്തായാലും വരും കേട്ടോ.